ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അടിപൊളി ചെടികളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഔട്ട്ഡോർ പ്ലാന്റ്സുകളുണ്ട്, ഇൻഡോറിൽ നന്നായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന സാൻസെവിയർ വെറൈറ്റികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അധികം ലാഗൊന്നും ചെയ്യാതെ വേഗം തന്നെ പോകാട്ടോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതേ, ഇതൊന്ന് പ്രത്യേകം ഓർത്തിരിക്കുക കേട്ടോ. ചെടികൾ ഓർഡർ ചെയ്യുമ്പോൾ അഡ്രസ്സിൽ എന്തെങ്കിലും ചേഞ്ചസ്, ഇതിന് മുമ്പ് എടുത്തേക്കുന്നവരാണെങ്കിൽ അഡ്രസ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഫോൺ നമ്പറിലോ പിന്നെ വീടൊക്കെ മാറിയിട്ടുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ അറിയിക്കണം കേട്ടോ. കാരണം ഇതെല്ലാം ചെയ്ത് പാക്കിങ് കഴിഞ്ഞ് കൊറിയർ ചെയ്തതിന് ശേഷം അഡ്രസ്സിൽ ഫോൺ നമ്പറിലൊക്കെ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഇതിന് മുമ്പ് ഓർഡർ ചെയ്തേക്കണതിൽ നിന്നും എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ അഡ്രസ്സും കൂടെ അയച്ചോളൂ. ഇതിന് മുമ്പൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്ന് ഫോർവേഡ് ചെയ്തിട്ടേക്ക് കേട്ടോ. ആ കാര്യം ഒന്ന് പ്രത്യേകം ഓർക്കണം കേട്ടോ. എന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ചയിൽ ഇങ്ങനെ നമ്മളിപ്പോൾ കുറച്ച് ഗ്യാപ്പ് വന്നുവല്ലോ, അതുകൊണ്ടാണ് ഇത് എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് അഡീനിയം പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട്, നല്ല വലിയ കോഡക്സ് ഒക്കെ ആയിട്ടൊക്കെ നന്നായിട്ട് വളരാൻ പറ്റുന്ന. ഇപ്പം ഈ ചൂടുകാലത്തൊക്കെ നന്നായിട്ട് അഡീനിയം ഇതാവുന്നതാണല്ലോ, ഫ്ലവറൊക്കെ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അത് അങ്ങനെയുള്ള കുറച്ച് വെറൈറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മാത്രമേ സ്റ്റോക്കിലുള്ളൂ കേട്ടോ. അപ്പോൾ വേഗം ഓർഡർ ചെയ്യുന്നവർക്ക് കിട്ടും. കാറ്റലോഗിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് നമ്പർ 1 ആണ് കേട്ടോ. 1 എന്നുള്ള ഇതിൽ കാറ്റലോഗിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ താല്പര്യമുള്ളൊരു ഇത് ഇത്രയും വലിയ കോഡക്സ് ഒക്കെയാണ്. ഇതാ ഇങ്ങനെ പൂവിൻ്റെ ഇത് വരുന്നത് ഒരു ഇത് കണ്ടോ, മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. ഒരു പിങ്കും മജന്തയും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് കേട്ടോ. ഡബിൾ പെറ്റലായിട്ട് അങ്ങനെ മൾട്ടി പെറ്റലായിട്ടാണ് വരുന്നത്. അപ്പോൾ നന്നായിട്ട് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒത്തിരി ഇതിങ്ങനെയൊക്കെ ഷൂട്ടുകളൊക്കെ വന്ന് അതാ ഇങ്ങനെ ബ്രാഞ്ചസ് ഒക്കെ വന്ന് അങ്ങനെയുള്ളത്, ഷൂട്ടല്ല ബ്രാഞ്ചസ് വന്ന് അങ്ങനെ സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ളതാണ് കേട്ടോ. നമ്പർ 1 എന്ന് പറഞ്ഞതിലാണ് കിടക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ വേഗത്തിൽ തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ. ഇങ്ങനെ പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ അഡീനിയം എടുക്കുമ്പോൾ തന്നെ ഞാൻ പറയുന്ന പോലെ അഡീനിയം പ്ലാന്റ്സ് ആണ്. ഇലകൾ കൊഴിയാൻ സാധ്യതയുണ്ട്, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് നന്നായി പിടിച്ചു വന്നോളും. കൊക്കോപ്പിറ്റിലാണ് പ്ലാന്റുകൾ വന്നേക്കുന്നത്, അത് സഹിതമായിരിക്കും വിടുന്നത്. അവിടെ വരുമ്പോഴത്തേക്കും കൊക്കോപ്പിറ്റ് ഫുള്ള് കളഞ്ഞിട്ട് മണ്ണിലേക്ക് മാറ്റി നട്ടോളൂ കേട്ടോ. നന്നായിട്ട് പിടിച്ചു വന്നോളൂ, ഒരു പ്രശ്നവുമില്ല കേട്ടോ. അഡീനിയം പ്ലാന്റ്സിന് നിങ്ങൾക്ക് അറിയാലോ, റിപ്പോർട്ട് ചെയ്യുമ്പോഴും നമ്മളൊക്കെ ഒന്ന് എന്തെങ്കിലും ഇത് ചെയ്യുമ്പോൾ തന്നെ ഇലകൾ കൊഴിയാൻ സാധ്യതയുണ്ടല്ലോ, കാലാവസ്ഥ മാറുമ്പോഴത്തേക്കും. അപ്പം അതുകൊണ്ട് അത് ഓർത്തിരിക്കുക കേട്ടോ. ഇത് നമ്പർ 2 എന്ന് പറഞ്ഞിട്ട് കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കോഡക്സ് നോക്കിയാൽ എല്ലാത്തിൻ്റെയും കോഡക്സ് ഒക്കെ നല്ല ഗുണ്ടപ്പനായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഇത് കണ്ട ഈ അഡീനിയം പ്ലാന്റ്സ് വളർത്തുന്നവർക്ക് അറിയാലോ, ഇതിൻ്റെ കോഡക്സ് എത്രയും വലുതാവുമ്പോഴാണല്ലോ നമുക്ക് നല്ല ഒരു ഇഷ്ടം തോന്നുന്നത്, അതിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ വരുന്നത്. അപ്പം അതുപോലെയുള്ളതാണ് വരുന്നത്. ഇങ്ങനെ നല്ല ഒരു ഇത് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ബ്രാഞ്ചസ് വന്നേക്കുന്നതാണ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷം പ്രായമുള്ള, എന്തായാലും അത്രയും തന്നെ പ്രായം വരും കേട്ടോ. അല്ലെങ്കിൽ ഇത്രയും കോഡക്സ് ഒക്കെ വലുതായി വരുന്നില്ലല്ലോ. ഇങ്ങനെ ഇതൊരു യെല്ലോ ഷെയ്ഡായിട്ടാണ് തോന്നുന്നത് മുട്ട് കണ്ടിട്ട് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഒരു ചെറിയൊരു യെല്ലോയിഷ് ഷെയ്ഡ്, അങ്ങനെ ഒരു വൈറ്റും അല്ല യെല്ലോയും അല്ലാത്ത അങ്ങനത്തെ ഒരു ഷെയ്ഡിലാണ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളൊരു വേഗത്തിൽ മെസ്സേജുകൾ നമ്പർ 2 ആണ് ഇത്. ഇനി നമ്പർ 3 എന്ന് പറയുന്നതും അതൊരു മൊട്ട് കണ്ടിട്ട് ഒരു ഡബിൾ പെറ്റലൊക്കെ ആയിരിക്കും, ഡബിൾ അല്ലെങ്കിൽ സിംഗിൾ പെറ്റലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അടിപൊളി പ്ലാന്റ് ഇത് നോക്കി സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ളത് നമ്പർ 3 ആണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ മുട്ടുകൾ ഇങ്ങനെയാണ് വരുന്നത്. ഇലകളൊക്കെ കൊഴിയാൻ സാധ്യതയുണ്ട് കേട്ടോ, ആ കാര്യം ഓർത്തിരിക്കുക കേട്ടോ. നമ്പർ 4 വരുന്നത് ആദ്യം കാണിച്ചതിനോട് ചെറിയൊരു സാമ്യമുള്ളതാണ്. ഇങ്ങനെ പക്ഷേ സാമ്യമല്ല കേട്ടോ, ഒരു യെല്ലോയും അത് എൻ്റെ ഇതിലുണ്ട്. പക്ഷേ അത് തുറന്ന് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. ചെറിയൊരു യെല്ലോയും മജന്തയും ഒക്കെ ചേർന്നിട്ടോ, അയ്യോ ഇത് തുറന്നു വരുന്നില്ലല്ലോ. ഇത് കണ്ടോ, ഇങ്ങനെ ചെറിയൊരു യെല്ലോ മജന്ത ക്രീമും എല്ലാം കൂടെ ചേർന്ന് വരുന്ന നല്ലൊരു പാറ്റേണാണ് കേട്ടോ. ഇത് നമ്പർ 4 ആണ് വരുന്നത് കേട്ടോ. ഇത് നമുക്ക് പ്രൂൺ ചെയ്ത് അത് കട്ട് ചെയ്തിട്ടൊക്കെ വരുമ്പോഴാണല്ലോ ബ്രാഞ്ചസ് ഒക്കെ വരുന്നത്. അങ്ങനെ കട്ട് ചെയ്ത് നന്നായിട്ട് ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ 4 വെറൈറ്റിയാണുള്ളത്. അത് കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് പ്ലാന്റ്സുകൾ വേഗത്തിൽ തന്നെ കണ്ടുപോകാം കേട്ടോ. പിന്നെ നമ്മളുടെ ഫ്ലവറിങ് പ്ലാന്റ്സ് വന്നേക്കുന്നത് 3 ചട്ടിയിലേക്ക് മാറ്റി നടാൻ പറ്റുന്ന നമ്മളുടെ റെഡ് വെറൈറ്റി ഇക്സോറയാണ് വന്നേക്കുന്നത്, ചെത്തി. ഇത് നിങ്ങൾക്ക് ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് 3 ചട്ടിയിലേക്ക് അല്ലെങ്കിൽ നിലത്തൊക്കെ നടുന്നവരാണെങ്കിൽ 3 സ്ഥലങ്ങളിലായിട്ട് നടാം. ഓരോരോ കുഞ്ഞ് നെറ്റ് പോട്ടിലായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെയായിരിക്കും വിടുന്നത് കേട്ടോ. മണ്ണെല്ലാം മണ്ണ് മാറ്റിയിട്ട് അങ്ങനെ ചേർത്തിട്ടായിരിക്കും വിടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ വരുമ്പോഴത്തേക്കും ഇത് കണ്ടോ, ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ മാറ്റി അങ്ങനെ നടാവുന്നതാണ് കേട്ടോ. ഈ ഒരു നല്ല റെഡ് കളർ, അതിൻ്റെ തന്നെ യെല്ലോയും വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇത് നോക്കി, ഇത് കണ്ടോ യെല്ലോയും വന്നിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ തന്നെ കാറ്റലോഗിൽ നോക്കിക്കോളൂ കേട്ടോ.
പിന്നെ ഇല്ലേ പീസ് ലില്ലി വന്നിട്ടുണ്ട് ഇൻഡോറിലേക്കൊക്കെ. നമ്മൾ ഇത് നമ്മളുടെ വെള്ളത്തിലൊക്കെ വളരുന്ന ടൈപ്പ് അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് നാളൊക്കെ മുമ്പ്. ഇത് അപ്പം അങ്ങനെയൊക്കെ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത്. ഇത് ഇപ്പം മണ്ണിലാണ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് മണ്ണൊക്കെ കളഞ്ഞിട്ട് വേണമെങ്കിൽ വെള്ളത്തിലേക്ക് വെക്കാം കേട്ടോ, ഒരു പ്രശ്നവുമില്ല. റൂട്ട് വെള്ളത്തിലേക്ക് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യുന്ന നമ്മൾ പോട്ടുകളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ. അപ്പം അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള പ്ലാന്റ് അതാ ഇത്രയും തിക്കായിട്ട് വരുന്നതാണ്. ഇതാ ഇത് കണ്ടോ, ഇത്രയും തിക്കായിട്ട് വരുന്നതാണ്, നിറച്ചും പൂക്കളൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒന്ന് ഇതായി കഴിയുമ്പോഴത്തേക്കും മാറ്റി അടർത്തിയൊക്കെ നിങ്ങൾക്ക് വേറെ പോട്ടുകളിലേക്കൊക്കെ നടാം. പക്ഷെ ഇങ്ങനെ തിക്കായിട്ട് വരുമ്പോഴായിരിക്കും അതൊരു ഭംഗി വരുന്നത് കേട്ടോ. നമുക്കൊന്ന് സെറ്റ് ചെയ്തൊക്കെ വെക്കാൻ പാകത്തിന് അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് കേട്ടോ. അടുത്തത് വരുന്നത് നമ്മളുടെ ഓറഞ്ച് കളറ്. ഇതാ ഇത് നമ്മളുടെ ആന്തൂറിയാണ് വരുന്നത്. ഇതിലിപ്പം 3 ഷൂട്ടാണ് കാണുന്നത് കേട്ടോ, 3 ചെടികളാണ് കാണുന്നത്, 3ഉം പിന്നെ ഒരു കുഞ്ഞതും കൂടെ കാണുന്നുണ്ട് കേട്ടോ. അതാ ഇങ്ങനെ. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്ലാന്റുകളായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളൊരു വേഗത്തിൽ തന്നെ മെസ്സേജ് ചെയ്തോളൂ. ഇത് അധികം സ്റ്റോക്കിലില്ല കേട്ടോ, കുറച്ച് മാത്രമേ ഉള്ളൂ. ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത്. പിന്നെ അതിൻ്റെ തന്നെ റെഡും ഉണ്ട്. ഇതാ ഇത് കണ്ടോ, ഈ ഒരു റെഡ് കളറ് ഇതാ ഇങ്ങനെ. ഇതും കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ സ്റ്റോക്കിൽ. ഇതാ ഇങ്ങനെ ഒരു 3 ഷൂട്ടുകളും ഇതൊക്കെ ആയിട്ട്, ചെറിയതും വലുതുമായിട്ട് 3 ഷൂട്ടുകളൊക്കെ ആയിട്ട്. ഇത് പൊക്കം കുറവാണ് കേട്ടോ, മറ്റേതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ പൊക്കം കുറവാണ്. ഈ പൊക്കം വെച്ചോളൂ കേട്ടോ, കുറച്ചും കൂടെ അത്രയൊക്കെ പൊക്കത്തിലൊക്കെ വന്നോളൂ. അതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. 3 ഷൂട്ടുകളൊക്കെ എന്തായാലും ഉണ്ടാവും കേട്ടോ. 3 ഷൂട്ടല്ല, 3 പ്ലാന്റുകളൊക്കെ ആയിട്ട് അങ്ങനെ, പിന്നെ കുഞ്ഞ് പ്ലാന്റും അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമുക്ക് 2 ഹാങ്ങിങ് പ്ലാന്റ് കാണിച്ചു പോകാം. ഇത് നമ്മളുടെ ഡിഷിഡിയ ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ, ഡിഷിഡിയ ഒയാന്ത ഗ്രീൻ അങ്ങനെ വരുന്ന ഐഡിയിൽ വരുന്ന പ്ലാന്റാ. ഇതാ ഇത് കണ്ടോ, നല്ല രസമാണ് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ. ഞാൻ ഈ പ്ലാന്റ് കാണുമ്പോൾ എപ്പോഴും പറയാറുണ്ടല്ലോ, ടേബിളിലൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിനും, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ബാൽക്കണിയിലൊക്കെ ഒന്ന് ഇങ്ങനെ പോട്ടിലൊക്കെ ആക്കിയിട്ട് ഹാങ് ചെയ്യാവുന്ന രീതിയിൽ വൈറ്റ് പോട്ട്, ക്രിസ്റ്റൽ പോട്ടിലൊക്കെ ഇറക്കി വെച്ചിട്ട് അങ്ങനെ പറ്റുന്ന നല്ല രസമുള്ള പ്ലാന്റ് ആണ് കേട്ടോ. മറ്റുള്ള പ്ലാന്റിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഹാങ് ചെയ്യുന്ന രീതിയിലൊക്കെ വെക്കാനായിട്ട് നല്ല പ്ലാന്റ്. അത് കണ്ടോ, ഇങ്ങനെയുള്ള പ്ലാന്റ് കട്ട് ചെയ്ത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം കേട്ടോ, ഒരു പ്രശ്നവുമില്ല. പിന്നെ അതിൻ്റെ തന്നെ പെപ്രോമിയ വെറൈറ്റി ഒരെണ്ണം വന്നിട്ടുണ്ട്. പെപ്രോമിയ ഇതാ ഹോപ്പ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കാണിച്ചിട്ടുണ്ടായിരുന്നു, ഈ ആഴ്ചയും സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. നല്ല ഫ്ലഷി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ്. അതായത് ഇതും കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റുകളാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾക്ക് അതാ സാൻസവേരിയ വെറൈറ്റി കുറച്ച് കാണിച്ചു പോവാം. സാൻസവേരിയ കുറച്ചല്ല, 2 വെറൈറ്റി കാണിച്ചു പോവാം. ഇത് നോക്കി 3 വെറൈറ്റി ഉണ്ട് കേട്ടോ സാൻസവേരിയ. ഇത് നമ്മളുടെ ഹൈ കളർ എന്ന് പറഞ്ഞിട്ട് വരുന്ന ഗോൾഡസ്റ്റ് അതല്ലേ വരുന്നത്? ഇത് ഹൈ കളറാണ് വരുന്നത്. ഹൈ കളർ മാറിപ്പോയിട്ട് സംശയമുണ്ട്. ഇത് ഹൈ കളർ ആയിട്ടാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. എങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഞാൻ മെസ്സേജ് തരാം കേട്ടോ. ഇതാ ഇത് കണ്ടോ, ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നല്ല കരുത്തുള്ള പ്ലാന്റ് ആണ്. പിന്നെ ഗോൾഡ് ഡസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇതാ ഇത് ഒരു കുറച്ചും കൂടെ യെല്ലോയിഷ് കളറായിട്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റ്. ഈ പ്ലാന്റിന് എല്ലാത്തിനും ഓരോ ബേബി പ്ലാന്റ്, 1ഓ 2ഓ ബേബി പ്ലാന്റുകളൊക്കെ ആയിട്ടായിരിക്കും കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് രണ്ടും കണ്ടോ, ഇങ്ങനെയാണ് വ്യത്യാസം വരുന്നത്. അതായത് കണ്ടോ, പാറ്റേണിലുള്ള വ്യത്യാസം ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ രണ്ടും എടുക്കണവർക്ക് അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ സിംഗിളായിട്ട് എടുക്കണവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. നമ്മൾ കുറച്ച് നാളായല്ലോ സാൻസവേരിയ കൊണ്ടുവന്നിട്ട്. പിന്നെ അതിൻ്റെ സാൻസവേരിയുടെ തന്നെ മിക്കാഡോയുടെ സിൽവർ മിക്കാഡോ വന്നിട്ടുണ്ട്, സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു, ഇപ്പോൾ ഈ ആഴ്ചയിൽ വന്നിട്ടുണ്ട് കേട്ടോ. 3 പ്ലാന്റ് ആയിരിക്കും ഒരു പോട്ടിൽ, 3 പ്ലാന്റുകൾ. ഇതാ ഇങ്ങനെ 3 പ്ലാന്റുകളായിട്ടായിരിക്കും കേട്ടോ വരുന്നത്. അങ്ങനെ പിന്നെ നമ്മൾക്ക് നമ്മളുടെ പെഡിലാന്തസ് വെറൈറ്റി, പെഡിലാന്തസ് ഇത് നാന വേരിഗേറ്റഡ് ഇതാ ഇങ്ങനെ വരുന്നുണ്ട്. ഒരു പോട്ടിൽ 5 പ്ലാന്റുകളായിരിക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ ക്യാക്ടസിൻ്റെ ഒരു വെറൈറ്റി, ക്യാക്ടസ് ബ്രെയിൻ എന്ന് പറഞ്ഞിട്ട് നല്ല വെയിറ്റ് ആണ് കേട്ടോ ഇതിന്. ചെറിയ പോട്ടുകളൊക്കെ ആണെങ്കിൽ ഇതൊക്കെ നമ്മൾ പോട്ട് സൈഡായിരിക്കും കേട്ടോ വിടുന്നത്. ഇതൊക്കെ ചെറിയ ഇതാണെങ്കിലും ഇതാ നല്ല വെയിറ്റ് ആണ്. ഇപ്പോൾ പോട്ടിൽ തന്നെ കിടന്ന് ഇതാവുക എന്ന് വെച്ചാൽ പോട്ട് വെക്കുമ്പോഴത്തേക്കും മറിഞ്ഞു പോകാൻ അത്രയും വെയിറ്റ് കൊണ്ട് കേട്ടോ. ക്യാക്ടസ് ബ്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി. പിന്നെ ഫൈക്കസ് കോമ്പാക്റ്റാ ഒരു പോട്ടിൽ 3 ഇതായിട്ടായിരിക്കും. 3 ഷൂട്ടാണോന്ന് എനിക്ക് അറിയത്തില്ല, അതോ 3 പ്ലാന്റ് ആണോന്ന് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. ഇങ്ങനെ അത് നമുക്ക് എടുക്കുമ്പോൾ അറിയാൻ പറ്റില്ല, എന്ന് വെച്ചാൽ വേരുകൾ ഇങ്ങനെ തിങ്ങിയായിരിക്കുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തുറന്ന് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതാ ഇങ്ങനെയായിട്ട് നല്ല രസമാണ്. ഇത് ഇൻഡോറിലേക്കൊക്കെ ഇങ്ങനെ നമുക്ക് വെളിച്ചമുള്ള സ്ഥലത്ത്, ഒട്ടും വെളിച്ചില്ലാത്ത സ്ഥലത്ത് ഫൈക്കസ് വെറൈറ്റി വളരില്ല കേട്ടോ. കുറച്ച് വെളിച്ചമൊക്കെ ഉള്ള സ്ഥലത്താണ് ഇതിങ്ങനെ സെറ്റ് ചെയ്യാൻ നല്ലത്. നല്ല കുള്ളനായിട്ട് വെട്ടിയൊക്കെ നിർത്തി കഴിഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ നമ്മുടെ എയർ പ്ലാന്റ് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. എയർ പ്ലാന്റ് വരുമ്പോൾ എല്ലാവർക്കും ഒത്തിരി ആഗ്രഹമാണ്. ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എനിക്കൊരു
ചേച്ചി ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തിക്കായിട്ട് നല്ല കുരുകുരൂന്ന് ഇങ്ങനെ വന്നിട്ട് നിറച്ചും ഇങ്ങനെ ബോൾ ഷേപ്പിലായിട്ട് വന്നിട്ട് എനിക്ക് ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ ഞാൻ സെർച്ച് ചെയ്തിട്ട് കിട്ടുവാണെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം കേട്ടോ. അത് നല്ല രസമാണ്. നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഷൂട്ടുകളൊക്കെ വന്ന് ബേബി പ്ലാന്റുകളൊക്കെ വന്ന് തിങ്ങി അങ്ങനെ പൂക്കളും കൂടെ ഉണ്ടായിട്ട് അങ്ങനെയൊക്കെ വന്നിട്ട് അതിൻ്റെ ഫോട്ടോ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇങ്ങനെയാണ് അത് വരുന്നത്. ഇങ്ങനെയുള്ള പ്ലാന്റാ ചേച്ചി വാങ്ങിച്ചതാ, അതിൻ്റെയാണ് അങ്ങനെയൊക്കെ ആയി വന്നേക്കുന്നത് കേട്ടോ. ഇതാ ഇത് ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് എയർ പ്ലാന്റ് അറിയാലോ, ഇതൊന്നും വേണ്ട, മണ്ണൊന്നും വേണ്ട, നമ്മൾ എയറിൽ അതിൻ്റെ ന്യൂട്രിയൻസ് ഒക്കെ എടുത്തിട്ട് വളരുന്ന പ്ലാന്റാണ്. ചിലരെങ്കിലും ചോദിക്കാറുണ്ട് എയർ പ്ലാന്റ് മണ്ണിൽ കുഴിച്ചിടണം എങ്ങനെയാണ് വളർത്തേണ്ടതെന്ന് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അറിയാവുന്നവർ അങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് കളഞ്ഞേക്ക് കേട്ടോ. അതാ അറിയാൻ പാടില്ലാത്തവർ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ എങ്ങനെയാണ് വളർത്തേണ്ടതെന്ന്. അപ്പം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇങ്ങനെ ഇതിപ്പോൾ കാക്കയൊക്കെ പുറത്ത് വെറുതെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ടൈ ചെയ്തും കൂടെ വെക്കണം കേട്ടോ. നമ്മളൊരു മരത്തിൻ്റെ ഇതും ചില്ലേമ അങ്ങനെയൊക്കെ വെക്കാനൊന്ന് ടൈ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ കാക്കയൊക്കെ എടുത്തുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ ലിപ്സ്റ്റിക് പ്ലാന്റ് റെഡ് കളറാണ്. അതാ ഇതിൻ്റെ ഫോട്ടോ ഒക്കെ നമ്മുടെ ഇതിന് വാങ്ങിച്ചിട്ട് ഫോട്ടോ ഒക്കെ ഷെയർ ചെയ്യുന്നവരുണ്ട്. അതാ ഇതിപ്പോൾ അതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഇതിൽ ജിഫിയിലാണ് കേട്ടോ വന്നേക്കുന്നത്. നമ്മൾ ജിഫി സൈഡായിരിക്കും വിടുന്നത്. അവിടെ അങ്ങനെ തന്നെ ജിഫിയിൽ മണ്ണിലേക്ക് അങ്ങോട്ട് ഇറക്കി വെച്ചാൽ മതി കേട്ടോ. നിങ്ങളുടെ അടുത്ത് വരുമ്പോഴത്തേക്കും ഇത് കട്ട് ചെയ്തൊക്കെ നിങ്ങൾക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ 1 വർഷത്തിനുള്ളിൽ എന്തായാലും ഫ്ലവർ ഉണ്ടാവും. നല്ല റെഡ് കളറിലുള്ള ഇതാണ്. ഞാൻ കാറ്റലോഗിൽ കൊടുത്തേക്കാം. അതിൻ്റെ പൂ കാണുന്നെങ്കിൽ കാറ്റലോഗ് എടുത്ത് നോക്കിയാൽ മതി. ബാംബു പാം സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. കുറച്ച് നാളായി നമുക്ക് സ്റ്റോക്കിലൊക്കെ വന്നിട്ട്. നമ്മൾ പോണേക്കാലം മുമ്പ് തന്നെ കുറേ 2-3 മാസം മുമ്പ് അതൊക്കെ വന്നേട്ടോ. നമുക്ക് സാധാരണ വരാറില്ലായിരുന്നു. ഇപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഇതൊക്കെയുള്ള നല്ല ബാംബു പാം വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ ബാംബു പാമൊക്കെ നല്ലോണം സെറ്റ് ചെയ്ത് വെച്ചോളൂ. പെട്ടെന്ന് തന്നെ മണ്ണിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് വളർന്നോളൂ കേട്ടോ. അധികം പൊക്കം വെക്കാതെ കുള്ളനൊക്കെ ആയിട്ട് വളർത്തണമെങ്കിൽ അത് നല്ല അടിപൊളിയാണേ. പിന്നെ നമ്മൾ ബെർക്കി ഇങ്ങനെയൊക്കെയുള്ള ഇതിലിപ്പോൾ 4-5 പ്ലാന്റുകളാണ് കാണുന്നത് കേട്ടോ. അതേപോലെ ഇങ്ങനെയൊക്കെ തിക്കായിട്ടുള്ള പ്ലാന്റ് ഇതൊക്കെ ആയിരിക്കും കേട്ടോ. 3 എണ്ണം എന്തായാലും പ്രതീക്ഷിക്കാം കേട്ടോ. വേരിയേഷനൊക്കെ വരുന്നേ ഉള്ളൂ കേട്ടോ. അതായത് ഇത് കണ്ടോ, ഇതിൻ്റെ വേരിയേഷനൊക്കെ വരുന്നേ ഉള്ളൂ കേട്ടോ. അതെ ഇങ്ങനെ അങ്ങനെയുള്ള പ്ലാന്റുകൾ അപ്പോൾ ഈ ഇതൊക്കെ ഉണ്ടോ വരുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ പ്രതീക്ഷിക്കേണ്ടത് പ്ലാന്റ് വരുമ്പോൾ. ഇത് നമ്മളുടെ പേര് മറന്നുമല്ലോ, ഫ്ലോറിഡ ബ്യൂട്ടി. ഇങ്ങനെ ഫിലാഡെൻഡ്രോൺ വെറൈറ്റിയാണ് കേട്ടോ. നേരത്തെ കാണിച്ചതും ഇതും ഫിലാഡെൻഡ്രോൺ വെറൈറ്റി. ഇങ്ങനെ ഒരു പോട്ടിൽ 2 പ്ലാന്റ് മിനിമം പ്രതീക്ഷിക്കുക കേട്ടോ. മിനിമം 2 എണ്ണം ഉണ്ടാവും, അതിൽ കൂടുതലായിരിക്കും കേട്ടോ വരുന്നത്. പിന്നെ നമ്മളുടെ ബ്ലാക്ക് കാർഡിനൽ, ചിലർ ഇതിന് റോജോ കോങ്കോ എന്നും പറയുന്നുണ്ട്. റോജോ കോങ്കോ സാമ്യമുണ്ട് കേട്ടോ. രണ്ടും ഏകദേശം സാമ്യമായിട്ട് വരുന്നുണ്ട്. ഇത് കണ്ടോ, നല്ല പ്ലാന്റ്. ഫിലാഡെൻഡ്രോൺ വെറൈറ്റിയാണ്. ഒട്ടും തന്നെ കയറുന്ന ആവശ്യമില്ലാത്ത പ്ലാന്റാണ് കേട്ടോ. വലിയ പ്ലാന്റ് ആവും, നല്ല രസമായിട്ട് വരും കേട്ടോ. പിന്നെ നമുക്ക് ഇത് കാണിച്ചു പോട്ടെ, നമ്മുടെ സി സി പ്ലാന്റ് ഡ്വാർഫ് വെറൈറ്റി തിക്ക് പോട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. വലിയ പോട്ട് സെറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ തന്നെ എടുത്തോളൂ. അതിൻ്റെ ബ്ലാക്ക് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. കണ്ടോ, ഞാൻ കഴിഞ്ഞ ആഴ്ച കാണിച്ചിട്ടുണ്ടായിരുന്നു, ഈ ആഴ്ചയിലും സ്റ്റോക്കിലുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ഈ ഹൗസ് വാമിങ്ങും ആവശ്യങ്ങളൊക്കെ ഒത്തിരി വരുന്നുണ്ടല്ലോ. അപ്പോൾ ഒത്തിരി പേർക്ക് ഇങ്ങനെയുള്ള പ്ലാന്റുകൾ ആവശ്യമാണ്. ഇത് നമ്മുടെ ഗ്ലോബൽ ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള പോത്തോസ് വെറൈറ്റി. ഇതൊക്കെ നല്ല സെറ്റ് ചെയ്യാൻ നല്ല രസമാണ്. അതിന് തന്നെ മാർബിൾ പോത്തോസ് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു സ്റ്റിക്ക് പോട്ടിൽ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച 350 ചെയ്തിട്ടുണ്ടായിരുന്നു. 350യുടെ കോംബോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെ തന്നേക്കാം, അല്ലെങ്കിൽ സിംഗിളായിട്ട് എടുക്കണമെന്നവർക്ക് അങ്ങനെ തരാം കേട്ടോ. കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം. പിന്നെ നിയോൺ പോത്തോസ് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ചെറിയ പോട്ടിലുള്ള നിയോൺ പോത്തോസ് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിനൊക്കെ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. കാറ്റലോഗ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ കാറ്റലോഗിൽ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. കാറ്റലോഗ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി കാറ്റലോഗ് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കാറ്റലോഗ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കോൾ ചെയ്യാം, പിന്നെ മെസ്സേജ് ഇടാം, ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നാളെ ഇന്ന് ഞാൻ ശനിയാഴ്ച തന്നെ വീഡിയോ എടുത്ത് വെക്കുക. ഞങ്ങളുടെ പള്ളിയിലെ ഫൊറോന പള്ളിയിലെ പെരുന്നാളാണ്. അപ്പോൾ അതൊക്കെ സംബന്ധിച്ച് നമുക്ക് കുറച്ച് തിരക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വീഡിയോ വന്നതിന് ശേഷം കുറച്ച് താമസം വരും കേട്ടോ. നിങ്ങൾ മെസ്സേജ് ഇട്ട് വെച്ചോളൂ. പെട്ടെന്ന് തന്നെ റിപ്ലൈ കിട്ടില്ല കേട്ടോ. കുറച്ച് ഗ്യാപ്പ് വരും കേട്ടോ. ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ഡിലേ വരും. ആ കാര്യം ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാ മെസ്സേജും പെൻഡിങ് ഉള്ളത് നമ്മൾ തീർത്തിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത ആഴ്ചയിൽ നമ്മൾ കൂടുതലും ചെടികൾ അയക്കുന്നത് ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.